ഹലോ എവ്രി വൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. ഒരു പഴയ കാലം തന്നെ ഞാൻ ചെറുപ്പം മുതലേ എൻ്റെ ഉമ്മ എനിക്ക് ആക്കി തരുന്ന ഒരു ബർത്ത്ഡേ കേക്കൊക്കെ ആക്കുമ്പം ഈ ഒരു സ്പെഷ്യലായിട്ടുള്ള മോക്ക ചോക്ലേറ്റ് കേക്കാണ് ആക്കൽ. ഇത് വെരി സിമ്പിൾ കേക്കാണ്. ഒന്നാമത് ഇത് ചേരുവകളൊക്കെ കുറച്ച് അധികമാണ്, അതുകൊണ്ട് ഒരു 2-3 ദിവസം കൂടി എത്തും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം ഓവൻ പ്രീഹീറ്റ് ചെയ്യുക. എന്നിട്ട് ഒരു കപ്പിലേക്ക് 1/2 കപ്പ് നല്ല ചൂടുവെള്ളവും കോഫിയും കൊക്കോ പൊടിയും ഇതെല്ലാം കൂടിയിട്ട് ഒരു ഗ്ലാസ്സിൽ ആദ്യം തന്നെ ഇതാക്കി വെക്കണം. ഇത് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക. ലംസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല, കട്ടയൊന്നും ഉണ്ടാകാൻ പാടില്ല. ജസ്റ്റ് നല്ല അതാക്കിയിട്ട് അത് സൈഡിലേക്ക് ആക്കി വെക്കാം. ഇതിന് വേണ്ടിയിട്ട് 7 മുട്ടൻ്റെ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് ബീറ്റ് ചെയ്തിട്ട് സൈഡാക്കി വെക്കുന്നതാണ്. അപ്പോൾ ഈ കേക്ക് എന്ന് പറയുന്നത് നമ്മൾ 7 മുട്ടൻ്റെ കേക്കാണ്. അപ്പം വലിയ പാൻ തന്നെ നിങ്ങൾ തയ്യാറാക്കി വെക്കണം. ഒരു 7 ഇഞ്ചിൻ്റെ ട്രേയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം ഈ മുട്ടൻ്റെ വെള്ളം ഞാനിപ്പം ബീറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്ത് അത് സൈഡാക്കി വെക്കാം. എന്നിട്ട് മുട്ടൻ്റെ മഞ്ഞ, ഉപ്പും വാനില എസൻസ് 2 ടീസ്പൂൺ ഇതെല്ലാം കൂടിയിട്ടാണ് ഇനി ബീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പം 7 മുട്ട എടുക്കുന്നുണ്ട്, വലിയ ബൗൾ തന്നെ എടുക്കാൻ നോക്കുക. പൊടിച്ച പഞ്ചസാരയിൽ 1.25 കപ്പ് പഞ്ചസാര എടുത്തിട്ടാണ് പൊടിക്കുന്നത്. അതും കൂടി ഇതിൽ ചേർത്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്ത് കൊടുക്കുക, ക്രീമി ആകുന്നവരെ. ഇതിപ്പം കേക്ക് എന്ന് പറയുന്നത് കുറച്ച് ഡെൻസ് കേക്കാണ്, പോറസ് അല്ല, എന്ന് വെച്ചാൽ സ്പോഞ്ച് പോലെ അല്ല. അതുകൊണ്ട് ഈ മെത്തേഡിൽ തന്നെ നിങ്ങൾ ചെയ്യണം. ചില ആൾ വിചാരിക്കും മുട്ടയും വെള്ളം ഒന്നിച്ച് അടിക്കാമെന്ന്. എല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെ അടിക്കണം. അപ്പോൾ ഈ മുട്ടൻ്റെ മഞ്ഞ ഇപ്പോൾ അടിച്ചില്ലേ, അപ്പോൾ അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ എന്ന് പറയുന്നത് 1/2 കപ്പാണ്. 1/2 കപ്പ് ഓയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം ഇതിങ്ങനെ സ്പീഡ് കുറച്ചിട്ട് ഓയിൽ ചെറുങ്ങനെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. സ്പീഡിൽ ഒഴിക്കാൻ പാടില്ല, ലൈറ്റായിട്ട് നൂല് പോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഒന്നും കൂടി മിക്സാക്കി കൊടുക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ ഹാൻഡ് മിക്സറാണ് യൂസ് ചെയ്തിട്ടില്ല. സ്റ്റാൻഡ് മിക്സറിൽ ചെയ്യുന്നതാണെങ്കിൽ കുഴപ്പമില്ല. അതെല്ലാം കൂടിയിട്ട് ഒന്നിങ്ങനെ അടിച്ചു പോയാൽ മതി. ഇനിയിപ്പം പൊടിയാണ് എടുക്കുന്നത്. പൊടിയാണെങ്കിലും 1.5 കപ്പ് പൊടി ആണ് എടുത്തിട്ടുള്ളത്. അതിന് കൂടെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം അരിച്ചെടുത്തിട്ട് ഈ ബാറ്ററിലേക്ക് ഡയറക്റ്റ് തന്നെ ഇട്ട് കൊടുത്തിട്ട് മെല്ലനെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ, ജസ്റ്റ് കട്ട് ഫോൾഡിൻ മെത്തേഡാണ്. അപ്പോൾ എല്ലാം കൂടിയിട്ട് മിക്സാക്കി നല്ല രീതിയിൽ തന്നെ ആക്കി കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ മറ്റേ സ്റ്റാൻഡ് മിക്സർ യൂസ് ചെയ്യുന്നതാണെങ്കിൽ അതിൽ തന്നെ ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ജസ്റ്റ് ഏകദേശം ഒന്ന് മിക്സ് ആകുമ്പോൾ തന്നെ ഞാൻ ചൂടാറിയ നേരത്തെ മിക്സാക്കിയ കൊക്കോൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിൽ ചേർത്തിട്ടുണ്ട്. കോഫി എന്ന് പറയുന്നത് നിങ്ങൾ ഏറ്റവും നല്ലത് നെസ്കഫെ നല്ല ബ്രാൻഡിലെ കോഫി എടുത്താൽ അതിന് ചോക്ലേറ്റ് കേക്ക് ഒന്നും കൂടി നല്ല ഒരു ടെക്സ്ചറും സ്മെല്ലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ കഴിയുന്നത്ര നല്ല ബ്രാൻഡിലെ കോഫി യൂസ് ചെയ്യുക. ഇതെല്ലാം കൂടിയിട്ട് മെല്ലനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ മിക്സ് ചെയ്യുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. ഫോൾഡിൻ മെത്തേഡാണ്, സ്പീഡാക്കാൻ പാടില്ല. കാരണം ജസ്റ്റ് ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ മാത്രമേ ഇതിൽ ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ നല്ലൊരു കേക്ക് ടെക്സ്ചർ ആകാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ആദ്യം തന്നെ സെപ്പറേറ്റ് ആക്കുന്നത്. എഗ് വൈറ്റ് നിങ്ങൾ മെല്ലനെ സ്ലോലി ആയിട്ട് ഇതേപോലെ കൂടുതൽ സ്പീഡാക്കാണ്ട് തന്നെ ഫോൾഡിൻ മെത്തേഡായിട്ട് കുറച്ചായിട്ട് മിക്സ് ആക്കി കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത് എല്ലാം കൂടിയിട്ട് ഏകദേശം ബൗൾ ഫുള്ളായിട്ടുണ്ട്. ഞാൻ വലിയ ബൗളാണ് എടുത്തിട്ടുള്ളത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇത് ഞാൻ ആദ്യം സെറ്റാക്കി വെച്ചതാണ്. പാച്ച്മെൻറ്റ് പേപ്പർ ഇട്ടിട്ട് ഓയിലോ ബട്ടർ എന്താണെന്ന് വെച്ചാൽ ഇത് ഗ്രീസ് ചെയ്തിട്ട് 7 ഇഞ്ച് 8 ഇഞ്ച് ഏകദേശം ആ ഒരു പാനിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇതെൻ്റെത് 7 ഇഞ്ചാണ്. അപ്പോൾ ഇത് മിക്സാക്കിയ നമ്മളെ ബാറ്റർ നല്ല നീറ്റായിട്ട് ലംസ് ഒന്നും ഇല്ലാണ്ട് ശ്രദ്ധിക്കുക. എല്ലാം കൂടിയിട്ട് ബേക്ക് ചെയ്യാൻ ഒന്നും കൂടി 2-3 ടാപ്പ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ബേക്ക് ചെയ്യാം. ബേക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ 170, എനിക്ക് കറക്റ്റ് 40 മിനിറ്റ്സാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് ബേക്ക് ചെയ്യുന്ന സമയം കൂടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിംഗ് ചെയ്യാം. ഞാനിപ്പം ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുള്ളത്, ഫ്രഷ് ക്രീമും. അപ്പോൾ രണ്ടും ഒരേ അളവാണ്. 200-ഉം 250-ഉം അങ്ങനെ ഞാൻ എടുത്തത്. നിങ്ങൾക്ക് 200-200 1:1 റേഷ്യോ എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് അത്ര ക്രീമി വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോക്ലേറ്റ് കൂട്ടി കൊടുക്കാം. അപ്പോൾ അത് ചൂടാറിയതിന് ശേഷം ഞാൻ കേക്കിൻ്റെ മേലെ കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊരു സിമ്പിൾ കേക്കാണ് കേട്ടോ. ഞാൻ അധികം ഡെക്കറേഷൻ ഒന്നുമല്ല, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം, എനിക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഫ്രിഡ്ജിൽ ഇങ്ങനെ വെക്കാൻ എപ്പോഴെങ്കിലും എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കേക്കാണിത്. ഈ കേക്ക് തന്നെ നിങ്ങൾക്ക് ബർത്ത്ഡേ കേക്കായിട്ടും ഡെക്കറേഷനായിട്ടും നിങ്ങൾ പാനൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ ഡിസൈനിൽ ചെയ്യുക. ഇത് ബേസിക് ഒരു ചോക്ലേറ്റ് കേക്ക് 7 മുട്ടൻ്റെ ഒരു കേക്കാണിത്. അപ്പോൾ എല്ലാം കൂടിയിട്ട് സെറ്റാക്കി വെക്കാം. ഞാനിതെടുത്തൊരു ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളത് കുറച്ചൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട്.
ഇപ്പം ഞാൻ അത്ര ഫിനിഷിംഗ് ഒന്നും കൊടുത്തിട്ടില്ല, കാരണം എനിക്ക് കട്ട് ചെയ്തിട്ട് ഒന്ന് സ്റ്റോർ ചെയ്യാൻ വെക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ അടിപൊളി കേക്കാണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതിപ്പം സേവ് റെസിപ്പി എന്ന് തന്നെ പറയാം, നിങ്ങൾ ബുക്ക് മാർക്ക് ചെയ്തോ. കാരണം ഇത് സിമ്പിളായിട്ടുള്ള ബേസിക് ചോക്ലേറ്റ് മോക്ക കേക്കാണ്. കോഫി ചേർക്കുന്നതുകൊണ്ട് മോക്ക കേക്ക് എന്ന് പറയും. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.